വളരെ തിരക്ക് പിടിച്ച നടൻ. ഈ സിനിമയിലെ വേഷങ്ങൾ അഴിച്ചു വെച്ചാൽ ജഗദീഷ് ശിവകുമാർ പിന്നെ ആരാ? ഒരു സാധാരണ ദൗർബല്യങ്ങളെല്ലാം ഉള്ള ഒരു മനുഷ്യൻ, ഒരു സാധാരണ പച്ചയായ മനുഷ്യൻ എന്റെ അഭിപ്രായത്തിൽ ശ്രീകുമാരൻ തമ്പി കൊണ്ടുവന്നു. ശ്രീകുമാരൻ തമ്പി ചേട്ടനെ കുറിച്ച് മലയാള സിനിമയ്ക്ക് പുള്ളി തുറന്നു കൊടുത്ത ഒരു അക്കൗണ്ട് ആണെന്നാ പറഞ്ഞു ജഗദീഷ് ശിവകുമാർ. പല വേദികളിലും ക്ലോസിംഗ് ബാലൻസ് എങ്ങനെയാ ഇപ്പോ? അത് ഏതാണ്ട് കോടികൾ വില മതിക്കാത്തതാണ്. നല്ല ബാങ്ക് ബാലൻസ് എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ കാശിന്റെ ബാങ്ക് ബാലൻസ് അല്ല. അദ്ദേഹത്തിന് പല സദസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അഭിമാനിക്കാവുന്ന അക്കാര്യത്തിൽ അഭിമാനിക്കാം, എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നത്. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കൈപുണ്യമുള്ള ഒരു വ്യക്തിയുമാണ്. ചേട്ടാ ഇപ്പം എനിക്ക് തോന്നുന്നു 1000-ലധികം സിനിമയായി കഴിഞ്ഞു. 1200-ലധികം സിനിമ. 1000ന്റെ കണക്കുകളുണ്ട്. അപ്പം ആ അക്കൗണ്ട് സ്ട്രോങ് അക്കൗണ്ട് ആയിരുന്നു. അപ്പൊ ഈ 1200 സിനിമ കഴിഞ്ഞ സ്ഥിതിക്ക് കോടീശ്വരനായോ? ഇല്ല, സാമ്പത്തികമായിട്ട് കോടീശ്വരനല്ല. അല്ല. ഈ നടന്മാരൊക്കെ ബിസിനസ് തുടങ്ങുന്ന കാലത്ത് അമ്പിളിച്ചേട്ടന്റെ ചിന്ത ആ വഴിക്കൊന്നും പോയില്ലേ? ആ വഴിക്ക് പോയില്ല. കാരണം ബിസിനസ് തുടങ്ങാനല്ലേ ആള്? അല്ല, ആ ബിസിനസ് എനിക്ക് നടത്താൻ അറിയില്ല. ഈ വളരെ വൈകിയ ശേഷം നാടക കമ്പനി തുടങ്ങി. അതെങ്ങനെ പോയി? അല്ല, അത് ഇങ്ങനെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നുള്ള രീതിയിൽ പോകുന്നേ ഉള്ളൂ. ഫലിതം എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്രേക്ഷകന്റെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ മനസ്സിൽ കയറാൻ ഒരു വലിയ സ്കോപ്പുള്ള ഒരു സാധനമാണ്. അതേസമയം പുരുഷന്മാരുടെ മനസ്സിൽ കയറും. ഈ അങ്ങനെ അതേസമയം ഫലിതം മാത്രം പറയുന്നവര് വേറെ എന്തോ ഒരു വിഭാഗമാണെന്ന് കാണുന്ന ആളുകൾ ഈ നാട്ടിൽ ഒരു വളിപ്പ് പറയുന്നവൻ, തമാശക്കാരൻ എന്ന് പറയുന്നത്. അമ്പിളിച്ചേട്ടൻ ഇപ്പൊ ഏതാണ്ട് എനിക്ക് 75 പരിപാടി തുടങ്ങിയിരുന്നു അല്ലെ? സിനിമയിൽ തുടങ്ങി 73 എന്റെ ആദ്യത്തെ ചിത്രം റിലീസായത്. ഓക്കെ, അപ്പൊ 73 മുതൽ ഇപ്പൊ ഏതാണ്ട് 35 വർഷം കഴിഞ്ഞു. 35 കൊല്ലം ഏറിയ കൂറും ഹാസ്യ കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ 35 കൊല്ല കാലത്തിനിടയ്ക്ക് അമ്പിളിച്ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇപ്പം ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ. അതേസമയം അമ്പിളിച്ചേട്ടൻ അവതരിപ്പിക്കുന്ന പല തമാശ കഥാപാത്രങ്ങളും റിപ്പീറ്റ് ഫീൽ ചെയ്യുന്നില്ല ആളുകൾക്ക്. അപ്പൊ ഇതിനകത്ത് അമ്പിളിച്ചേട്ടൻ ഒരു പ്രിക്കോഷൻ ഉണ്ടോ? അതോ? പ്രിക്കോഷൻ ഉണ്ട്, തീർച്ചയായും പ്രിക്കോഷൻ ഉണ്ട്. ഇപ്പൊ ഞാനൊരു വക്കീലിന്റെ കഥാപാത്രം എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു വക്കീലിന്റെ കിട്ടുമ്പോൾ ഏത് രീതിയിൽ അത് വ്യത്യസ്തമാക്കാം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാറുമുണ്ട്. ചില വിഡ്ഢികളായ വക്കീലന്മാരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിമാനായ ഒരു ബ്രാഹ്മിൻ വക്കീലിനെ ഞാൻ ഡയറക്ടർ രാജീവിന്റെ പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ കേസൊന്നും ഇല്ലാത്തൊരു വക്കീലായിട്ട് വെറുതെ ഓഫീസിൽ സമയം കളയുന്ന വക്കീലായിട്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഓരോ കഥാപാത്രത്തിനനുസരിച്ച് ഓരോ സ്വഭാവം നമ്മൾ ആർജിക്കണം. അതാണല്ലോ നടൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു വക്കീലിന് മ്ലാനമായ മുഖമായിരിക്കും. എന്തിന് ഞാൻ ഈ വക്കീലായിട്ട് ഇവിടെ ഇരിക്കുന്നു, എന്തിന് ജീവിക്കണം എന്നൊക്കെ തോന്നും നമുക്ക്. അപ്പൊ മുഖത്തെ ഭാവം മാറണം, മനസ്സിൽ വന്നാൽ പോരാ. അതെ. അമ്പിളിച്ചേട്ടനെ ഒരിക്കലും അമ്പിളിച്ചേട്ടനെ കുറിച്ച് സ്വയം വിലയിരുത്തിയപ്പോ തെരുവിൽ ചാരി വെച്ചൊരു സൈക്കിളാണ് ഞാൻ, ആർക്കാണെങ്കിലും എടുത്ത് ചവിട്ടാനുള്ള വാടക തന്നെയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. അത് തന്നെയാണ്, ആ ചാരി വെച്ചിരിക്കുന്ന സൈക്കിള് തന്നെയാണ്. അതെടുത്ത് കഴിവുള്ളവന് ചവിട്ടാം, ബാലൻസ് ഇല്ലാത്തോ മറിഞ്ഞു വീഴും. അല്ല, അങ്ങനെ ചവിട്ടി നമ്മുടെ ഷേപ്പിന് പ്രശ്നമല്ല, പല സന്ദർഭത്തിലും പറ്റിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ചിത്രത്തിന് സംഭവിച്ചു. കയറി ചവിട്ടി ചവിട്ട് നാള് വളരെ വിശ്വസ്തനാണെന്ന് വിചാരിച്ച് ചവിട്ടി. അപ്പൊ ആൾക്കാര് മറിഞ്ഞു വീണപ്പോ അവര് പറഞ്ഞു, ദേ ഇങ്ങോട്ട് നോക്കി ഒരുത്തം വീണ് കിടക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ, തട്ടിക്കുടഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് പോയി. കാരണം സൈക്കിളിന്റെ ഒരു പെഡൽ ഓടിച്ചു. അത് തന്നെ മിച്ചം. അങ്ങനെയൊക്കെ പറ്റും. കാരണം ഈ തൊഴിലെന്ന് പറയുമ്പം മിക്കവാറും പ്രത്യേകിച്ച് ഹാസ്യം കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാ കഥാപാത്രവും അഭിനയിച്ച് വിജയിപ്പിക്കാൻ സാധിക്കില്ല, ഞാനടക്കം. ഒരു 80% വരെ വിജയിച്ച് കിട്ടിയാൽ ഒരു തെറ്റില്ലാത്ത നടൻ എന്ന് പറയാം. അങ്ങനെ ഒരു 80% വിജയിക്കണമെന്ന് ആഗ്രഹമേ എനിക്കുള്ളൂ. ഈ സിനിമ എന്ന് പറയുമ്പോഴേ അമ്പിളിച്ചേട്ട ഈ ചില ആൾക്കാർ ധരിക്കുന്നത് നല്ല ഗ്ലാമർ ഉണ്ടായിരിക്കണം, കാണാൻ നല്ല സുന്ദരനായിരിക്കണം. അപ്പൊ ഹാസ്യ നടനാണെങ്കിൽ പോലും അത്യാവശ്യം ഗ്ലാമർ ഉണ്ട്. അമ്പിളിച്ചേട്ടൻ അത്യാവശ്യം ഗ്ലാമർ ഉണ്ട്, അതിനെന്തൊന്നും എനിക്ക് തർക്കമുള്ള കാര്യമല്ല. എനിക്കും തർക്കമില്ല. ഇല്ലല്ലേ? ഒരിക്കലും ഇല്ല. അപ്പോ അമ്പിളിച്ചേട്ടൻ ഈ ഗ്ലാമർ സൂക്ഷിക്കാൻ വേണ്ടി ചില നടന്മാരൊക്കെ രാവിലെ 3 മണിക്കൂറൊക്കെ ജിമ്മിലാണെന്ന് പറയുന്നു. അമ്പിളിച്ചേട്ടൻ എന്താ പരിപാടി? ജിമ്മിലൊന്നുമില്ല. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു തുടർച്ചയായിട്ട് ഒരു 3-4 വർഷം വരെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിന്റെ ഒരു അംശങ്ങൾ കിടക്കുന്നതായിരിക്കും. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാവിലെ സമയം കിട്ടിയാൽ നടക്കും. വൈകിട്ട് എന്താ പരിപാടി?
വൈകിട്ട് ഒരു അല്പം ഒരു 2-3 പേർക്ക് മദ്യപിക്കും. വൈകിട്ട് പോയാൽ അതാണ് കാരണം റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ. കാരണം അതുവരെ ഈ 7 മണിക്ക് തുടങ്ങുന്ന ഷൂട്ടിംഗ് രാത്രി 10, 12, 2 മണി വരെ പോകും. അത് കഴിഞ്ഞ് വന്നാൽ 3 മണിക്കൂർ ഉറങ്ങും. പിന്നെ വീണ്ടും ഇത് തന്നെ. അങ്ങനെയുള്ളപ്പോൾ വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥയാവും. രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഈവൻ ഫോൺ കോണ്ടാക്ട്സ് പോലും ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ തന്നെ രാവിലെ വിളിക്കാൻ പറയും. വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അമ്പിളിച്ചേട്ടന്റെ മഹത്വത്തെ കുറിച്ച് ഒരിക്കൽ ഒരാൾ സംസാരിച്ചത്. അമ്പിളിച്ചേട്ടൻ ഏതെങ്കിലും മൊബൈൽ കമ്പനി നടത്തി പൊട്ടിപ്പൊളിഞ്ഞ ആളാണോ അതിനോട്? കാരണം ജീവിതത്തിൽ മൊബൈൽ ഉപയോഗിക്കാത്ത നടൻ. എന്തോ അതിന്റെ പ്രശ്നം? ഞാൻ മിക്കവാറും മറന്നു. അല്ല, മിക്കവാറും മറന്നു പോകും. രണ്ടാമത് ബോധപൂർവം ഒരാളെ ആരോട് സംസാരിക്കേണ്ട എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ ശത്രുക്കളെ ഉണ്ടാക്കും. പിന്നെ അതുപോലെ ജോലിക്ക് ഡയറക്ടർ സ്ക്രിപ്റ്റ് വായിച്ചു തരുമ്പോൾ ഈ കഥാപാത്രത്തെ മനസ്സിൽ കൊണ്ട് കിടക്കുമ്പോൾ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു 5-8 കോൾ ഇതിനിടയ്ക്ക് പോകും. ഒരു കോൺസെൻട്രേഷൻ ജോലിയിൽ കിട്ടാൻ ഇടയില്ല. കിട്ടില്ല. മറ്റുള്ളവരെ പോലെ അല്ലല്ലോ ഞാൻ എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്റെ ജോലിക്ക് തടസ്സപ്പെടുന്നത്, അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിന്റെ ജോലിക്ക് തടസ്സമാകുന്ന ഒന്നും നീ പ്രോത്സാഹിപ്പിക്കരുത്. കർമ്മമാണ് ഏറ്റവും വലുത്. നിന്നെ ഈ കർമ്മം അല്ല, ഫലം പോലും ഒരളവ് വരെ. ഞാനങ്ങനെ ഈ പറഞ്ഞ കാശിന്റെ കാര്യത്തിൽ അത്യാഗ്രഹിയൊന്നുമല്ല. അതെല്ലാം നിർമ്മാതാക്കൾക്കും അറിയുകയും ചെയ്യാം. ന്യായമായിട്ടുള്ളത് കിട്ടണം എന്നുള്ള ആഗ്രഹം അല്ലാതെ വേറൊന്നും. അതുകൊണ്ടാണല്ലോ പറഞ്ഞ വർദ്ധിച്ച സമ്പാദ്യം എനിക്കില്ല എന്നുള്ളത്. 2006 ആണെന്ന് തോന്നുന്നു അമ്പിളിച്ചേട്ട ഈ മലയാള സിനിമയിൽ ഇറങ്ങിയ മുഴുവൻ സിനിമയിലും പകുതി സിനിമകളും അമ്പിളിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ഈ ഞാൻ അന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ അമ്പിളിച്ചേട്ടനെ അങ്ങനെ ഇടയ്ക്കിടെ കാണാറില്ലെങ്കിലും അമ്പിളിച്ചേട്ടനെ വിടാതെ പിന്തുടരുന്ന ഒരുപാട് പേര് ഒരു പെൺകുടിയെ പോലെയായിരുന്നു. അപ്പോ അമ്പിളിച്ചേട്ടൻ അന്നും പേയ്മെന്റ് കൂട്ടിയില്ല. ഇല്ല, ഞാൻ വളരെ പ്രശസ്തിയുടെ പീക്ക് നിന്നപ്പോഴും അതെന്താ ഈ പേയ്മെന്റിനെ കുറിച്ച് അങ്ങനെ കൺസെപ്റ്റ് വരാൻ കാര്യം? അത് ഒത്തിരി കാശ് ജീവിതത്തിൽ വേണ്ടേ? അല്ലല്ല, എന്തിനാ ഒത്തിരി കാശ് ജീവിതത്തിൽ? ജീവിതം വേണ്ടേ? അത് വേണം. ജീവിതമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സമാധാനം പോകുന്ന ഭയമല്ലോ. കാശ് വന്നാൽ മനസ്സമാധാനം പോവും. മനസ്സമാധാനം പോവും. ഇതെങ്ങനെ സൂക്ഷിച്ചു വെക്കണോ എന്നുള്ളത് ഏറ്റവും വലിയ ദുരിതമായിട്ട് മാറും. നമ്മുടെ കാലശേഷം ഇത് അലസരായ അടുത്ത തലമുറ, അത് മകനായാലും ശരി, മകളായിരുന്നാലും ശരി, ഭാര്യ ആയിരുന്നാലും ശരി, ഇത് ധൂർത്തടിച്ച് ജീവിക്കും. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രം. കാരണം എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാടൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ല. പഠിപ്പിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനവും തന്നു. താമസിക്കാൻ ഒരു വീട്, ഒരു വാഹനം, അല്പസ്ഥലം, ഇച്ചിരി കപ്പയൊക്കെ നട്ട് ജീവിക്കാനുള്ള അല്പസ്ഥലം, ഇത് മാത്രമേ. ബാക്കി എല്ലാം നീ ഉണ്ടാക്കിക്കോ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടതാണ്. ഇത് ഒരു കാരണവശാലും അല്ല, കൃഷിയല്ല, ഈ സാധാരണ ചെറിയ രീതി. ബാക്കിയൊക്കെ നീ ഉണ്ടാക്കിക്കോണം. ചെറുപ്പം നിലനിർത്തുന്നുണ്ടോ മനസ്സിന്? മനസ്സിന് എപ്പോഴും ചെറുപ്പം, ഇപ്പോഴും ചെറുപ്പമാണ് മനസ്സിന്. എങ്ങനെയാ നിലനിർത്തുന്നത്? കീപ്പ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമ്മുടെ ഒരാൾ പറഞ്ഞത് എന്നോട് ചിരിക്കാനല്ലേ സന്ദർഭമുള്ളത്. അതുകൊണ്ടാണ് ചെറുപ്പം കളയരുത് എന്ന് പറഞ്ഞപ്പോ ഒരാള് വളരെ ബഹുമാനായ ഒരു മനുഷ്യൻ പറഞ്ഞത്, ഇപ്പൊ ചെറുപ്പക്കാരികളുമായിട്ട് മാത്രമേ നമ്മൾ സൗഹൃദം കൂടാവൂ. ആ യൗവനം ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറും എന്ന് പറഞ്ഞു. പോസിറ്റീവ് എനർജി അല്ലാതെ ആവാം. അതൊരു ചെറിയ ഘടകമുണ്ട് അതില്. നാശമാവൂ? അല്ല, ചെറിയ ഘടകമുണ്ട് അതില്. എല്ലാം അതെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതീ പറഞ്ഞ പോലെ കൂടുതൽ സമയം ചിരിക്കാനായിട്ട് നമ്മൾ എടുക്കുക. കഴിവതും ഇപ്പൊ അതിനാണ് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ ഫലിത സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുക. ഒറ്റയ്ക്ക് നമുക്ക് ചിരിക്കാം. ഒരുപാട് തിരുവനന്തപുരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തിരുവനന്തപുരം കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞ നെയ്യാറ്റിൻകര കേന്ദ്രമാക്കിയുള്ള ഡയലോഗുകൾ ഇപ്പൊ കേരളത്തിലുടനീളം മലയാളികൾ എൻജോയ് ചെയ്ത് തുടങ്ങി. പക്ഷേ ആൾക്കാർക്ക് അതേസമയം അത് കുറച്ച് വിരസമാവുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ എനിക്കൊന്ന് മലയാളത്തിൽ അത് കുറച്ച് കൂടുതൽ ചെയ്തത് അമ്പിളിച്ചേട്ടനായിരുന്നു. ഇത് തുടക്കമിട്ടത് അടൂർ ബാസി സാറാണ് ആയിരുന്നു അല്ലേ? കാരണം അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ എഴുതിയാണല്ലോ ഈ മാർത്താണ്ഡവർമ്മ. അതെ അതെ അതെ. അപ്പൊ അതിലൊരു കഥാപാത്രം ഈ ഭാഷയെ സംസാരിക്കുന്നു. അപ്പൊ ഇത് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഈ ഭാഷ പ്രയോഗിച്ചത് ബാസി സാറാണ്. തുടർന്ന് വന്ന് ഞാൻ പല ചിത്രങ്ങളിൽ ഉപയോഗിച്ചു തിരുവനന്തപുരം രീതി. പക്ഷെ ആ കഥാപാത്രങ്ങളൊക്കെ ഈ ഒരുപക്ഷെ നെയ്യാറ്റിൻകര, കരിങ്കുളം, ബാലരാമപുരം, നെടുമങ്ങാട്, ആ കാട്ടാക്കട, ആ പ്രദേശത്തായിരുന്നു അന്ന് ഇത് കൂടുതൽ പ്രചരിച്ചിരുന്നത്. പഴയ ആൾക്കാരൊക്കെ എന്റെ വീട്ടിൽ എന്റെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ, എന്തിനടെ അപ്പി നിനക്ക് സ്കൂളിലൊന്നും പോകണ്ടേ എന്നൊക്കെ എന്നോട് കൊച്ചിയിലായിരിക്കും ചോദിക്കും. എന്റെ ബന്ധുവാണ്, എന്റെ അച്ഛന്റെ ഒക്കെ അമ്മാവന്മാരാണ്. പഴയ മനുഷ്യർ അങ്ങനെ അന്ന് വിദ്യാഭ്യാസമൊന്നുമില്ല. ഇപ്പൊ വിദ്യാഭ്യാസം വന്ന ശേഷം തിരുവനന്തപുരത്തുകാർ തന്നെ, തിരുവനന്തപുരത്തുള്ളവർ തന്നെ നല്ല വള്ളുവനാടൻ സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. കാരണം സാഹിത്യത്തെ പറ്റി അറിയാം. എന്റെ മുത്തച്ഛനും അവരും ഒക്കെ ഈ പറഞ്ഞ പോലെ ആ രീതിയില്ല.
ആ രീതിയിൽ അല്ല കരമന ഒരു 6 തന്നെ ഒരു മറന്നു ഭാരതപ്പുഴയെ കുറിച്ച് സംസാരിക്കുന്നത് വള്ളുവനാടൻ ഭാഷ. അപ്പൊ നമ്മളെയൊക്കെ ആദ്യം ചോദിക്കുമ്പം ഈ പറഞ്ഞ പോലെ വെള്ളങ്ങളെ കുടിച്ചടപ്പി ചെല്ല ചെല്ല, പക്ഷെ വാത്സല്യമാണ് മുഖത്തെ എക്സ്പ്രഷൻ. ചെല്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞെന്നാണ്. അപ്പൊ ഇത് കേട്ട് കേട്ട് വളർന്നത് കൊണ്ട് എനിക്ക് ഈ ഭാഷ നല്ലോണം അറിയാം. പിന്നെ കോളേജിലൊക്കെ പോയി വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ശേഷം അത് ഒരു പ്രത്യേക ഡിലക്റ്റാണ്. മലയാളം നാട്ടുവഴക്കങ്ങൾ എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇടയ്ക്ക് പഠിച്ചു എന്ന് പറഞ്ഞല്ല, പഠിച്ചു ഉറപ്പാണല്ലോ. ഉറപ്പാണ്. പിന്നെ ഇത് ചോദ്യം കേൾക്കുമ്പോ തോന്നും കോളേജിൽ പോയിട്ടില്ല എന്ന് തോന്നും. അപ്പൊ എന്റെ ഒരു സംശയം, കോളേജിലെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല പ്രണയത്തിൽ കാണപ്പെട്ടിട്ടുണ്ടോ ആ കാലത്ത്? ഉണ്ട്, രണ്ട് മൂന്ന് പ്രണയമൊക്കെ ഉണ്ട്. അവരറിഞ്ഞു? അത് അവരറിഞ്ഞു. വീട്ടുകാരറിഞ്ഞോടുകൂടി നിർത്തി. അത് വലിയ അപകടമുള്ള പ്രണയമായിരുന്നു? അതൊന്നുമല്ല. അന്നത്തെ കാലത്ത് ഇത്രയും പോലും സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്താണ് ഞാനൊക്കെ പഠിച്ചിരുന്നത്. അന്ന് സംസാരിക്കാൻ പോലും പാടില്ല പെൺകുട്ടിയോട് കോളേജ് ക്യാമ്പസിൽ വെച്ച്. അപ്പൊ സസ്പെൻഷനാണ്. ഈ ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ നടൻ വിജ്ഞാനിയാണോ എന്ന് ഞാൻ പറയില്ല. ഒരു ജ്ഞാനത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ നിരക്ഷരകുക്ഷിയാന്ന് ഒരിക്കലും പറയില്ല. നിരക്ഷരകുക്ഷികളുടെ ഒരു കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്. അത്യാവശ്യം വായനയുണ്ട്. നല്ല വായന കൊണ്ട് ഗുണം ഉണ്ടാവുന്നുണ്ട്. ഒരു വലിയ ലൈബ്രറി തന്നെ എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അതാണ്. പല എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നോട് കൊച്ചിലെ പറയും, എന്റെ കുഞ്ഞുനാളിലെ പറയും, സമയം കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് വായിക്കടേ.